ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങളും ഹാപ്പിയാണ്. ഇന്നിപ്പോൾ എൻ്റെ മക്കളുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അവർ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പ്രതിഷ്ഠാ ദിനമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് വന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെള്ളിനേടിക്ക് പോകാൻ. അപ്പോൾ അവർ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേക്കപ്പിനായിട്ട് വരിവരിക്കിരിക്കുക കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ വരിവരിക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളാണ് എന്താ പറയുക സംസാരിക്കണത്. അതായത് ജഡ്ജി സ്റ്റേജിൽ കയറിയിട്ട് പറയണ എന്താ പറയുക, ആങ്കർ ചെയ്യുക, അത് ചെയ്യണത് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ സെറ്റായി അവർ ഡാൻസിന് അങ്ങോട്ട് പോയിട്ടോ. ഉണ്ടോ, ഓരോരുത്തർ ഇപ്പം തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിച്ച് തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാവുകൊണ്ട് ലച്ചുമാരൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് അറിയണ പോലും ഇല്ല ഇതിൻ്റെ ഏതാ കുട്ടികളെന്ന്. എന്നിട്ട് ഞാനും എടുത്തുമ്പോൾ കൂടെ അവിടെ അവിടെ ഇരുന്നു, ഒരു സൈഡിലിരുന്നു. അമ്പുവിൻ്റെ ഡാൻസാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ അവനെ കാണാമല്ലേ, ഇവിടെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് ആളാണ് അവനെ കാണണമെന്നില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട്. നല്ല തുള്ളി കളിക്കുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ നുറുങ്ങുകളൊക്കെ ഇങ്ങനെ, അതായത് ഈ കുഞ്ഞ് പൊട്ടും പൊടികളിങ്ങനെ തുള്ളുമ്പേ നല്ല രസമല്ലേ കാണാൻ. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കളിച്ചിട്ട് എന്തായി വരണ്ടേ. പിന്നെ എൻ്റെ കുട്ടികൾ പറയണത്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് മുത്തായ ഫാത്തിമാൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ഒപ്പനയാണ് കേട്ടോ. അതൊക്കെ ഇവരെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡുമ്പോൾ മിക്സിങ് ആയിട്ട് അവർ കളിക്കുമായിരുന്നു. പിന്നെ ഫസ്റ്റ് KG സെക്ഷന് ഒക്കെ കുട്ടികളുടെ സെറിമണി ആയിരുന്നു. അതായത് KG സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ എല്ലാവർക്കും ഗ്രാജുവേഷൻ സെറിമണി. അപ്പോൾ അതിനതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും പിന്നെ കുട്ടികളുടെ ഡാൻസ് ആട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഡിലേ ആവും എന്നൊക്കെ വിചാരിച്ചു. അടിച്ച് പൊളിച്ച് കളിച്ചിരുന്നു. എന്താ കളി തെറ്റാ. തുള്ളുക എന്ന് പറഞ്ഞാൽ ചില്ലറ തുള്ളൊന്നല്ല, സൂപ്പറായിട്ട് കളിച്ചേക്കണം. പറയാൻ വാക്കുകളില്ല, അറിയില്ല. കുട്ടികളാണെങ്കിലും അവർ നമ്മളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പേ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു 4-5 തവണ അവർ വീട്ടിൽ നിന്ന് ഇത് തുടങ്ങുന്നതിന് മുന്നേ 4-5 തവണ കളിച്ചിട്ടുണ്ടാകുന്നു. അതും പോരാഞ്ഞ് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ മിക്കതും ഇവർ 2-3 തവണയും ഇങ്ങനെ കളിക്കും. അമ്പും കളിക്കും, ലച്ചുപാറും. അവരിങ്ങനെ പാട്ട് വയ്ക്കാൻ പറയും, എന്നിട്ട് അവർ കളിക്കുക. പാട്ട് വയ്ക്കുക, അവർ കളിക്കുക, പാട്ട് വയ്ക്കുക, അവർ കളിക്കുക. ആരോമലും അവരും ഇതിൻ്റെ കൂടെ കൂടും, എന്നിട്ട് അവരും കൂടും കളിക്കാൻ. എന്തായാലും കുട്ടികൾ നന്നായിട്ട് കുറേ ദിവസങ്ങൾ എടുത്തിട്ട് പഠിച്ചുണ്ടാക്കിയതാവുകൊണ്ടേ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒപ്പം ഉള്ള കുട്ടിയെ. പക്ഷേ ഉണ്ടോ എന്താ കളി നോക്കി ഡ്രസ്സൊക്കെ ഇട്ടത് എങ്ങനെ കളിക്കാവോ. കഴിഞ്ഞ് മേക്കപ്പ് ഒന്നും കഴിക്കാണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം ഞങ്ങൾ വീട്ടിലേക്ക് വെള്ളിനേരി മാങ്ങോട് പോവരായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അന്നുണ്ടായത്. എന്നിട്ട് ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് മേക്കപ്പ് കഴിച്ചെടുക്കാൻ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.